ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Dudy'z വേൾഡിലേക്ക് സ്വാഗതം. പണ്ട് നമ്മൾ ചിരട്ടയിൽ മണ്ണപ്പം ചുട്ട് കളിക്കാറില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചിരട്ടയിൽ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദമാവ് ഇടുക. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ബേക്കായി വന്നപ്പോൾ കറക്റ്റ് പരുവായിരുന്നു, കറക്റ്റ് മധുരമായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കട്ടയില്ലാണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമല്ല, എനിക്ക് വാനിലയുടെ സ്മെല്ല് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചിരട്ട എടുക്കാം. ചിരട്ട എടുത്തിട്ട് അതിനകത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ നമ്മുടെ ചിരട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ടാണ്. ഇനി ഞാൻ നേരത്തെ അടികട്ടിയുള്ളൊരു പാത്രം എടുത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് ഈ ചിരട്ട അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ദേ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം. ദേ അപ്പം നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സൈഡിൽ കിടക്കുന്നത് ഞാൻ ഈ ചിരട്ടയിൽ തേച്ച ബട്ടറാണ്. നമുക്കിതൊന്ന് ബേക്കായോ നോക്കാം. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റിലാണ് ഇത്രയും നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊന്ന് പുറത്തെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. ഇതേ അങ്ങനെ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക്. ചിരട്ടയിൽ ബേക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് നല്ലതെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡും കൂടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ ഈ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കേണ്ടി വന്നതേ ഉള്ളൂ. ചെറിയൊരു ഭാഗം അതിൽ ഒട്ടിയെങ്കിലും ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്ക്. കേക്ക് എന്നോ അപ്പമെന്നോ എന്ത് വേണോ പറയാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.